പെട്ടെന്ന് പറഞ്ഞു, താൻ ലിറ്ററേച്ചറാണോ? ഞാനും ഇംഗ്ലീഷ് മെയിനാന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്തിരുന്ന മാഡം പറഞ്ഞു, ഞാനും ഇംഗ്ലീഷാന്ന് പറഞ്ഞു. അങ്ങനെ 4 പേരുണ്ടായിരുന്നത് 4 പേരും ഇംഗ്ലീഷ് മെയിനാണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഒരാളെ മാതാവിനോട് ചോദിച്ചോളായിരുന്നു. ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നവരെല്ലാം ഇംഗ്ലീഷ് മെയിൻ എടുത്തവരായിരുന്നു. അവരെന്നോട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എനിക്ക് തിരിച്ച് അങ്ങോട്ടും നന്നായിട്ട് പ്രതികരിക്കാൻ പറ്റി. അങ്ങനെ അത് കഴിഞ്ഞു. 2022 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ഞാൻ റാങ്ക് ലിസ്റ്റ് വന്നെന്നറിഞ്ഞപ്പോൾ 100-ന്ന് പുറകോട്ടാണ് നോക്കിയത്. 100 താഴെയാണ് ഞാൻ മാതാവിനോട് റാങ്ക് ചോദിച്ചിരുന്നത്. 70 വരെ നോക്കിയിട്ടും എൻ്റെ പേര് കണ്ടില്ല. അപ്പോൾ എനിക്ക് നിരാശ തോന്നി. ആ സമയത്ത് എൻ്റെ ഫോണിലേക്ക് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞു. നിനക്ക് 43-ാമത്തെ റാങ്ക് ആണെന്ന് പറഞ്ഞു. ഞാൻ 100 താഴെ ചോദിച്ചു. മാതാവ് എനിക്ക് 50 താഴെയാണ് തന്നത്. ഞാൻ റാങ്ക് ലിസ്റ്റ് എടുത്തിട്ട് എൻ്റെ പേരിൻ്റെ നേരെ ആദ്യം നോക്കിയത് ഇൻ്റർവ്യൂവിൻ്റെ സ്കോറാണ്. 14 മാർക്കും മാതാവ് എനിക്ക് തന്നു എന്നുള്ളതാണ്. ഇത്രയും വലിയ സഹായം ചെയ്തെന്ന അനുഗ്രഹം തന്ന മാതാവിന് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു.